ശബരിമല യുവതീ പ്രവേശന ഹർജി നാളെ സുപ്രീം കോടതി പരിഗണിക്കും. യുവതീ പ്രവേശനം ഉൾപ്പെടെ മതങ്ങളും സ്ത്രീകളുടെ അവകാശങ്ങളും സംബന്ധിച്ച വിവിധ ഹർജികളാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കുക. ഹർജി പരിഗണിക്കേണ്ട ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുന്നതിലും കേസിന്റെ വാദം എന്ന് തുടങ്ങണമെന്നതിലും തീരുമാനമുണ്ടായേക്കും. സുപ്രീം കോടതി കേസ് പരിഗണിക്കുമ്പോൾ യുവതീ പ്രവേശനത്തിൽ സർക്കാരിന് നിലപാട് വ്യക്തമാക്കേണ്ടി വരും. 2019 ശേഷം ആദ്യമായാണ് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. ഹർജി സുപ്രീംകോടതി നാളെ പരിഗണിക്കാനിരിക്കെ വിഷയം സംസ്ഥാനത്ത് സജീവ രാഷ്ട്രീയ ചർച്ചയായിരിക്കുകയാണ്. സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷം രംഗത്തെത്തിക്കഴിഞ്ഞു. സർക്കാർ അഴകൊഴമ്പൻ നിലപാട് അവസാനിപ്പിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടപ്പോൾ യുവതീ പ്രവേശനത്തിന് അനുകൂലമായ സത്യവാങ്മൂലം തിരുത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് NSS ജനറൽ സെക്രട്ടറി ജെ. സുകുമാരൻ നായർ പ്രതികരിച്ചു. ശബരിമല സ്ത്രീ പ്രവേശനത്തിനു വേണ്ടി ശക്തമായ നിലപാടാണ് ഒന്നാം പിണറായി സർക്കാർ എടുത്തത്. പക്ഷെ അതിൽ ശക്തിയായ പ്രതിഷേധം ഉണ്ടായതിനു ശേഷം പതുക്കെ അതിൽ നിന്ന് പിൻവലിഞ്ഞു. പിന്നീട് വീടുകളിൽ കയറി മാപ്പ് പറയുന്ന അവസ്ഥ വരെ ഉണ്ടായി. ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തി എല്ലാത്തിൽ നിന്നും പിന്മാറുകയാണ് എന്നുള്ള രീതിയിൽ പ്രഖ്യാപിച്ചു. പക്ഷേ സുപ്രീം കോടതിയിൽ ഈ കേസ് വരുമ്പോൾ സർക്കാർ ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട് നേരത്തെ. ആ അഫിഡവിറ്റ് മാറ്റി ഒരു അഫിഡവിറ്റ് കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറുണ്ടോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. ഇതിൽ ഒളിച്ചുകളി പറ്റില്ല, ഈ അഴകുഴമ്പൻ സമീപനം പറ്റില്ല. എന്താണ് നിലപാടെന്ന് കൃത്യമായിട്ട് പറയണം. അല്ല, സർക്കാർ അതിനുശേഷം കോടതിയിൽ ഇങ്ങനെ ഇതൊരു തീരുമാനമാകാതിരിക്കുമ്പോൾ തന്നെ സർക്കാർ യുവതീ പ്രവേശനം തടഞ്ഞു. പഴയ ആചാരങ്ങൾ സംരക്ഷിക്കണം. ഞങ്ങളുടെ ഉദ്ദേശം ഇതാ, പഴയ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. അപ്പോൾ അത് പഴയതുപോലെ ആക്കിക്കൊണ്ടുള്ളൊരു അലിഖിതമായിട്ടാണെങ്കിലും ഒരു നല്ല നടപടിക്രമം ഗവൺമെൻറ് സ്വീകരിച്ചു. ഈ 6-7 കൊല്ലമായിട്ട് അങ്ങനെ നടന്നു പോവുകയാണ്. പക്ഷേ ഇതിപ്പം ഇവരെന്താണ് പറയാൻ പോകുന്നത്, അല്ലെ തീരുമാനം എന്താണെന്നോ നമുക്ക് നിശ്ചയിക്കാൻ ഒക്കില്ല. ഗവൺമെൻറ് എന്ത് നിലപാടെടുക്കും എന്നുള്ളത് ഞങ്ങൾ അതിന് ബന്ധപ്പെട്ടിട്ടുമില്ല അവരുമായിട്ട്. ആദ്യം ഇടപെട്ടിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ NSS അല്ലേ ഉള്ളൂ. ഇതിനെതിരായിട്ട് രാഷ്ട്രീയ പാർട്ടികളൊന്നും ഇടപെട്ടിട്ടില്ലല്ലോ. ഗവൺമെൻറ്റുകൾ പോലും ഇടപെട്ടിട്ടില്ല. NSS ആ കേസ് കൊടുത്തിരിക്കുന്നു. എന്നാൽ വിഷയത്തിൽ വ്യക്തത വരുത്താതെയാണ് സർക്കാരിന്റെയും CPM-ന്റെയും ഈ വിഷയത്തിലുള്ള പ്രതികരണം. കോടതി പറഞ്ഞ നിലപാടാണ് കോടതി നിലപാടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അല്ലാണ്ട് ഞങ്ങൾ നിലപാട് സ്വീകരിച്ചത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. തീരട്ടെ, ഈ കോടതി കോടതി നിലപാടാണ് സ്വീകരിക്കാൻ നോക്കിയിട്ട് ഞങ്ങളുടെ അന്തസ് എത്രയോ കാലമായി വരുന്നോണ്ടിരിക്കുക. ഞങ്ങളുടെ ഒരേ നിലപാട് സ്വീകരിച്ച് ജനാധിപത്യപരമായ അന്തസ്സാണ് ഞങ്ങളുടെ സ്വീകരിക്കുന്നത്. അല്ലാണ്ട് വേറെ അന്തസ് തോന്നിയിരിക്കും കൂടുതൽ അന്തസ്സൊന്നുമില്ല. ജനാധിപത്യ അന്തസ്, ആ അന്തസ് കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് CPM ഉൾപ്പെടെയുള്ള പോകുന്നത്. കോടതി ബന്ധ കോടതി ഇത് നാളെ ഓർഡേഴ്സ് വയ്ക്കുന്നു. സ്വാഭാവികമായിട്ടും നമ്മൾ സാധാരണ നിലയിൽ പ്രതീക്ഷിക്കുന്നത് നേരത്തെ വിധി അടിസ്ഥാനത്തിൽ ഒരു ഭരണഘടനാ ബെഞ്ചാണല്ലോ കേൾക്കേണ്ടത്. ആ ബെഞ്ചിലേക്ക് വിടുകയാണോ അല്ലെങ്കിൽ ആ ബെഞ്ച് രൂപീകരിക്കാനായിട്ട് ചീഫ് ജസ്റ്റിസിനാണ് സാധാരണ ബെഞ്ച് രൂപീകരിക്കുക. അതൊക്കെ വന്നിട്ട് ആ ബെഞ്ച് കേൾക്കുമ്പോൾ എന്തൊക്കെ പറയണമെന്ന് അവർ ആവശ്യപ്പെടുമ്പോൾ അപ്പോൾ നോക്കിയാൽ മതിയില്ലേ. അവിടെ വെള്ളം കാണുമെന്ന് വെച്ച് ഇവിടെ നമ്മൾ മുണ്ട് മടക്കി കുത്തി പോകേണ്ട കാര്യമില്ലല്ലോ. ഡാൻ കുര്യൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഡാൻ, ശബരിമല യുവതീ പ്രവേശന ഹർജി പരിഗണിക്കാനിരിക്കെയാണ് അത് രാഷ്ട്രീയ വിവാദമായി സംസ്ഥാനത്ത് രൂപപ്പെടുന്നത്. സർക്കാരിനെ സംബന്ധിച്ച് ഒരു നിലപാട് പ്രഖ്യാപിക്കേണ്ടി വരിക എന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണോ ഈ ഘട്ടത്തിൽ? 2019 ശേഷം ആദ്യമായാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് ശബരിമല യുവതീ പ്രവേശനം വീണ്ടും വരുന്നത്. അതായത് ആദ്യഘട്ടത്തിൽ സർക്കാർ ഇതിനെ അനുകൂലിക്കുന്ന ഒരു സത്യവാങ്മൂലമാണ് സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത്. അത് തിരുത്തണമെന്ന ആവശ്യമാണ് NSS അടക്കം നേരത്തെ മുമ്പോട്ട് വെച്ചത്. ആ ഒരു പ്രതീക്ഷയിലാണ് NSS ഉൾപ്പെടെ ഇപ്പോൾ ഉള്ളത് താനും. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1 മാസം മാത്രം ബാക്കി നിൽക്കുന്ന, അതായത് 1-2 മാസത്തിനകം കേരളം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികളിലേക്ക് പോവുകയാണ്.
അങ്ങനെ ഒരു നിർണായക ഘട്ടത്തിലാണ് ഈ ഹർജി സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുന്നത് എന്നതാണ് അതിന്റെ രാഷ്ട്രീയ പ്രസക്തി വർദ്ധിപ്പിക്കുന്നത്. ഈ സത്യവാങ്മൂലത്തെ എതിർക്കുകയോ അല്ലെങ്കിൽ അനുകൂലിക്കുകയോ ചെയ്താൽ എന്ത് ചെയ്താലും അത് സർക്കാരിനെ സംബന്ധിച്ചൊരു പ്രതിസന്ധിയായി മാറും. കാരണം നിലവിലുള്ള സത്യവാങ്മൂലത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു തീരുമാനമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെങ്കിൽ അത് വലിയ തരത്തിൽ രാഷ്ട്രീയ പ്രചാരണ വിഷയമാക്കി പ്രതിപക്ഷ കക്ഷികൾ മാറ്റും. അതേസമയം അതിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരു തീരുമാനമാണ് സർക്കാർ എടുക്കുന്നതെങ്കിൽ ആദ്യഘട്ടത്തിൽ സർക്കാർ എടുത്ത നിലപാട് തെറ്റാണെന്ന് സർക്കാരിന് തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിലുള്ള പ്രചാരണമായി അത് മാറും. അതായത് കഴിച്ചിട്ടിറക്കാനും മേല മധുരിച്ചിട്ട് തുപ്പാനും മേല എന്നൊരു സ്ഥിതിയിലാണ് സർക്കാരുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് ആദ്യം വാദം നടക്കട്ടെ, അതിനുശേഷം മറ്റ് പ്രതികരണങ്ങളൊക്കെ ആകാമെന്നൊരു നിലപാടിലേക്ക് മുതിർന്ന നേതാക്കൾ തന്നെ എത്തുകയും ചെയ്യുന്നത്. അതിനെ ഒരു രാഷ്ട്രീയ അവസരമായി കണ്ടുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് അടക്കം നിലപാട് വ്യക്തമാക്കണം. അഴകഴമ്പൻ നയമല്ല അതിൽ വേണ്ടത്, കൃത്യമായൊരു വ്യക്തമായ മറുപടിയാണ് വേണ്ടത്. ഏത് നടപടി സ്വീകരിക്കും, സത്യവാങ്മൂലത്തിൽ നിന്ന് പിന്മാറുമോ അതിൽ ഉറച്ചു നിൽക്കുമോ എന്നതിൽ കൃത്യമായൊരു നിലപാട് പറയാൻ സർക്കാരിൻ്റെ പ്രതിനിധികൾ തയ്യാറാകണമെന്ന ആവശ്യം പ്രതിപക്ഷം ആവർത്തിക്കുന്നത് അതിൻ്റെ രാഷ്ട്രീയ സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. എന്തായാലും കോടതിയുടെ പരിഗണനയിലേക്ക് വിഷയം നാളെ വരുമ്പോൾ അവിടെ നടക്കുന്ന വാദപ്രതിവാദങ്ങളിൽ ആകും ഏത് തരത്തിലാകും തുടർന്നുള്ള തീരുമാനങ്ങൾ എന്നതിൽ സർക്കാർ ഒരു അന്തിമമായ തീരുമാനത്തിലേക്ക് എത്തുക. നിലവിൽ അതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന വിവാദങ്ങൾ അത് നമുക്കറിയാം. ആദ്യഘട്ടത്തിൽ ഒരിക്കൽ അതിനെ അനുകൂലിച്ച കൈപൊള്ളിയതാണ് ഇടത് സർക്കാരിന്. അതുകൊണ്ട് തന്നെ അതിനെ അനുകൂലിക്കുന്ന ഒരു സമീപനം തുടർന്ന് സ്വീകരിച്ചാൽ അതിന് വീണ്ടും വലിയ വില കൊടുക്കേണ്ടി വരും. നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് അടുത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടെ മാത്രമേ അതിലൊരു തുടർന്നുള്ള തീരുമാനത്തിലേക്ക് പോവുകയുള്ളൂ. എന്തായാലും നാളെ കോടതിയിൽ നടക്കാൻ പോകുന്ന വാദമുഖങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നീക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമായ തീരുമാനങ്ങൾ ഭരണപക്ഷവും പ്രതിപക്ഷവും കൈക്കൊള്ളുകയെന്നാണ് സൂചന. ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ നൽകിയത്. സർക്കാർ വ്യക്തമായ മറുപടി ഈ ഘട്ടത്തിൽ പറയുന്നില്ല എന്ന കാര്യം സൂചിപ്പിക്കുന്നു. ഒപ്പം തന്നെ മാറ്റത്തിൻ്റെതായ ചില സൂചനകൾ നേതാക്കളുടെ വാക്കുകളിൽ നിന്ന് വരുന്നുമുണ്ട്.